കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ ജന്മം പരമപിതാവാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സോലങ്കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. മൂന്നാമത്തെ സ്കന്ധം നമ്മുടെ പ്രധാന 3 ശത്രുക്കളെ ജയിക്കാൻ വേണ്ടിയാണ്. 3 ശത്രുക്കൾ, പ്രധാന 6 ശത്രുക്കളാണ്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ 3 പേരാണ്. നമ്മളെ ഇടതുവശം വലതുവശം മുമ്പിലിരിക്കുന്ന ആളുകൾ അങ്ങനെ വിചാരിക്കരുത്. കാമക്രോധ തഥാ ലോഭ, ആഗ്രഹങ്ങളാണ് ഏറ്റവും കാമമാകുന്ന ശത്രു. പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ വരുന്ന ക്രോധമാകുന്ന ശത്രു, പിന്നെ ലോഭമാകുന്ന ശത്രു. ഇത് ജയിക്കാൻ വേണ്ടിയാണ് ഈ മൂന്നാമത്തെ സ്കന്ധം. ഇത് 3 കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൂടി ഇവിടെ വർണ്ണിക്കുന്നു. കാമേന കർമ്മനാശസ്യ, ക്രോധേന ജ്ഞാനനാശനം, ലോഭേന കാമം കൊണ്ട് നമ്മുടെ കർമ്മം നശിക്കും എന്നാണ് കാണിച്ചു തരുന്നത്. ദിതിയും കശ്യപൻ അഗ്നിഹോത്രശാലയിലിരിക്കുമ്പോൾ ദിതി കാമബുദ്ധിയോട് വന്നപ്പോൾ എന്തായി? അദ്ദേഹത്തിൻ്റെ കർമ്മം ആ സമയം സന്ധ്യാസനത്തിൽ ചെയ്യേണ്ട അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അവിടെ നശിച്ചു എന്നാണ് പറയുന്നത്. കാമേന കർമ്മനാശസ്യ, നമ്മൾ എന്തൊക്കെ ആ തത്കാലം ചെയ്യണോ അത് ചെയ്യാൻ മറക്കും നമ്മൾ. അത് കണ്ടാണ് കാമേന കർമ്മനാശസ്യ. ക്രോധേന ജ്ഞാനനാശം, കോപം വരുമ്പോൾ ജ്ഞാനം നശിക്കുന്നു. അതാണ് സനകാദി യോഗീശ്വരന്മാർ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ അവരെ തടഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്നപ്പോൾ എന്തായി? ഭഗവാന്റെ പാഠധനന്മാരെ തന്നെ ശപിച്ചു. അപ്പോൾ ഭഗവാനും ഭഗവാന്റെ പാഠധന്മാർക്ക് ഒരേ ആൾ തന്നെയാണ്. ഒരു ശിഷ്യനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് ഗുരുനാഥൻ്റെ അതിൻ്റെ പാപം നമുക്ക് പോകും. കാരണം ശിഷ്യനും ഗുരുനാഥനും അവരുടെ ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ പാഠധനത്തെ ശപിച്ചു പറഞ്ഞാൽ അപ്പോൾ അവർക്ക് വന്ന ക്രോധമാണ് കാരണം. ക്രോധേനെ എവിടെയാണ് നമ്മൾ ശപിക്കുന്നത്, ആരെയാണ് ശപിക്കുന്നത് എല്ലാം മറന്നു അവർ. ക്രോധേന ജ്ഞാനനാശനം, ലോഭേന ഭക്തിനാശസ്യ. ലോഭം വരുമ്പോൾ എന്താകുന്നു? ഭക്തി നശിക്കുന്നു. ലോഭമാർക്കാണ്? ഈ ജയവിജയന്മാർക്കാണ്. ഞങ്ങളുടെ ദേവനാണ്, ഞങ്ങൾ കടത്തി വിട്ടാലേ അവർ കാണാൻ പറ്റുള്ളൂ വിചാരിച്ച് ആ ലോഭം കണ്ടു എന്ത് ചെയ്തു? സനകാദികളെ തടഞ്ഞു. 2 പേരിലെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പോൾ തടഞ്ഞപ്പോൾ എന്തായി? അവരുടെ ഭക്തി നശിച്ചു. എന്താ? അവിടെ ഇരിക്കാൻ പറ്റാതെ പിന്നെ 3 ജന്മം അസുരന്മാരായിട്ട് ദേഷ്യത്തോട് സഞ്ചരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നരകത്തിലേക്ക് പോകാനുള്ള 3 വഴിയുണ്ട്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ത്രിവിധം നരകസ്യേദം ദ്വാരമാഹു കാമക്രോധ തഥാ ലോഭ തസ്മാദേതത്രയം ത്യജേത്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഈ 3 ശത്രുക്കളെ ജയിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ദോഷങ്ങൾക്ക് എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ സ്കന്ധം. അതിൽ ആദ്യം വരാഹാവതാരം വർണ്ണിച്ചു. വരാഹാവതാരം വർണ്ണിച്ചപ്പോഴാണ് വരാഹ പെരുമാൻ ഹിരണ്യാക്ഷനെ വധിച്ചു പറഞ്ഞപ്പോഴാണ് ഹിരണ്യാക്ഷൻ എങ്ങനെ ഉണ്ടായി ചോദിക്കുന്നു.
ഹിരണ്യാക്ഷനുണ്ടായ കഥയാണ്. സന്ധ്യാസമയത്ത് കശ്യപൻ അഗ്നിഹോത്രശാലയിൽ അഗ്നിയെ ഉപാസിക്കുന്ന സമയത്താണ് ദിതിദേവി കാമബുദ്ധിയോടെ അവിടെ വന്നു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, ഈ സന്ധ്യാസമയത്തിലൊക്കെ ചില കാര്യം ചെയ്യാൻ പാടില്ല. എന്താണ്? സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കരുത്, സന്ധ്യാസമയത്തിൽ ഉറങ്ങാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ചോദിച്ചാൽ സന്ധ്യാസമയത്തിൽ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യത്തിന് പകരം വ്യാധി വർദ്ധിക്കും. അതുകൊണ്ട് സന്ധ്യാസമയത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഒന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ആവണം, അല്ലെങ്കിൽ സന്ധ്യ കഴിച്ചിട്ടാവണം. അതിനാൽ ആഹാരം, മൈഥുനം, നിദ്രാം, സ്വാധ്യായഞ്ച തഥൈവച്ച, അങ്ങനെ 4 കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട്. കാരണം സന്ധ്യാസമയത്ത് മഹാദേവൻ വൃഷഭവാഹനത്തിൽ കയറി ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിടണം. അങ്ങനെ മഹാദേവൻ വരേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. സഹസ്രനാമം ജപിച്ചാൽ വളരെ വിശേഷമാണ് സന്ധ്യാസമയത്ത്. അപ്പോൾ മഹാദേവൻ അനുഗ്രഹിക്കും. സന്ധ്യാസമയത്ത് നാമം ജപിക്കാതെ വിഡ്ഢിപ്പെട്ടി നോക്കിയിരുന്നാൽ പിന്നെ മഹാദേവൻ 3ാമത്തെ തൃക്കന്ന് തുറന്നു നോക്കും. ദേവഃ ത്രിഭിഃ പശ്യതി ദേവരസ്തേ. അങ്ങനെ നോക്കിയാൽ എന്താണ് ഗുണം? മന്മഥനോട് ചോദിച്ചാൽ മനസ്സിലാവും. ചോദിക്കാൻ ആളില്ലേ? ദേവഃ ത്രിഭിഃ പശ്യതി ദേവരസ്തേ. ഇപ്പോൾ സന്ധ്യാസമയത്ത് മഹാലക്ഷ്മി വരുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി വാതിൽ കതവ് കുറച്ച് തുറന്നു വയ്ക്കണം. ഇപ്പോൾ മാറി, സന്ധ്യാസമയമായി, കൊതുക് വരും, കഥ പഠിച്ചാൽ കൊതുക് തരി കയറ്റി വെച്ചോളൂ പറയും. ഏതായാലും മഹാലക്ഷ്മി വരാൻ വേണ്ടി കഥവ് തുറന്നു വെച്ചാൽ ചിലപ്പോൾ കൊതുക് വരും. അപ്പോൾ ഒന്ന് മഹാലക്ഷ്മി നോക്കാൻ പാകത്തിൽ ഒരു നെട്ട് കഥവ് എന്തെങ്കിലും ഇട്ട് വെച്ചാലാണ്. ഒന്ന് മഹാലക്ഷ്മി എന്തെങ്കിലും നോക്കിയാൽ മതിയല്ലേ? കാരുണ്യ കടാക്ഷം, മഹാലക്ഷ്മി കടാക്ഷം കിട്ടിയാൽ മതി. അങ്ങനെ സന്ധ്യാസമയത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പൊറുക്കണീന്ന് പറഞ്ഞു. എന്നിട്ടും ദിതി വാശി പിടിച്ചപ്പോൾ ശപിച്ചു, നിനക്ക് 2 അസുരന്മാർ കുട്ടികളായി ജനിക്കും, ശാപം കൊടുത്തു. അപ്പോൾ ദിതി മാപ്പ് പറഞ്ഞപ്പോഴാണ് അനുഗ്രഹം കൂടി ചെയ്തു. നിൻ്റെ കുട്ടികൾ അസുരന്മാരായി ജനിച്ചാലും പേരക്കുട്ടി നല്ല ഭാഗവതനായി വരും. നല്ല ഭാഗവതനായി വരുമ്പോൾ നല്ലൊരു ഭാഗവതനും ഇവിടെ വന്നു. കേട്ടോ, കുട്ടി നന്നായില്ലെങ്കിലും പേരക്കുട്ടി നന്നായാലും നമുക്ക് വളരെ സന്തോഷമല്ലേ? അപ്പോൾ നമുക്ക് നല്ല ഒരു ഭാഗവതൻ നിനക്ക് ഉണ്ണിയായി ജനിക്കും, പേരക്കുട്ടിയായി ജനിക്കും പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇപ്പോൾ മഹാഭാഗ്യം പ്രഹ്ലാദനെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നു. സവൈ മഹാഭാഗവത, നമ്മുടെ സഹാചാര്യനാണ്, ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ സവൈ ഭാഗവതൻ പറഞ്ഞാൽ അതിന് ഒരു വലിയ ആളാണ്. പിന്നെ മഹാഭാഗവതൻ പറഞ്ഞാൽ കുറച്ചുകൂടി പെരുമയാണ്. ഇവിടെ 5 പറഞ്ഞിട്ടുണ്ട്. മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതാ മഹിഷ്ട പ്രവൃദ്ധഭക്തിയാഹിനുഭാവിതാസയേ നിവേശ്യ വൈകുണ്ഠമിമം വിഹാസ്യതി അലംപടഃ ശീലധരോ ഗുണാകരോ ഹൃഷ്ടപരഥ്യ വ്യഥിതോ ദുഃഖിതേഷു അഭൂതശത്രുർജഗതഃ ശോകഹർത്താനീദാധികം താപമിവ കൊടുരാജഃ. പ്രഹ്ലാദൻ്റെ ഗുണങ്ങളൊക്കെ ഇവിടെ തന്നെ വർണ്ണിക്കുന്നു. അലംപടഃ, കൂടുതൽ ആഗ്രഹമില്ലാത്ത ആളാണ്, ഇത് കിട്ടുന്നത് സന്തോഷിക്കുന്ന ആളാണ്. ശീലധരഃ, നല്ല ശീലം, വലിയ ആൾക്കാരെ കണ്ടാൽ നമസ്കരിക്കണം, അങ്ങനെയൊക്കെ നല്ല ശീലം. ഗുണാകരഃ ഹൃഷ്ടപരഥ്യ, അടുത്തവർക്ക് നന്മ വരുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ്, അടുത്തവർക്ക് സങ്കടം വരുമ്പോൾ ദുഃഖിക്കുന്ന ആളാണ്. വ്യഥിതോ ദുഃഖിതേഷു അഭൂതശത്രു. അജാതശത്രുവിന് 2 പേർക്ക് മാത്രമേ പേര് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് ധർമ്മപുത്രൻ, പിന്നെ ഈ പ്രഹ്ലാദൻ. ഇതാ കാരണം പ്രഹ്ലാദൻ ദേവന്മാർക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു, അസുരന്മാർക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു. ഒരു പാർട്ടിയിലേക്ക് വേറെ പാർട്ടി ശരിയാവില്ലേ? ഇപ്പം 2 പാർട്ടിക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ അത് പ്രഹ്ലാദനെ പോലെ ഉള്ള ആൾക്കേ പറ്റുള്ളൂ. അഭൂതശത്രു ജഗതഃ ശോകഹർത്താനീദാധികം താപമിവോടുരാജഃ. സന്ധ്യാകാലത്ത് സായം ചന്ദ്രനെ കണ്ടാൽ പിന്നെ ഉച്ചയ്ക്കുള്ള വെയിലുടെ താപമൊക്കെ എങ്ങനെ മാറിപ്പോവോ അതുപോലെയാണ് പ്രഹ്ലാദനെ കണ്ടാൽ, നമ്മുടെ പ്രഹ്ലാദ ചരിത്രം കേട്ടാൽ നമ്മുടെ അന്തഃതാപങ്ങളൊക്കെ മാറി കിട്ടും. ഞാൻ പറയുന്നു,
അന്തർബഹിശ്ച അമലമബ്ജനേത്രം സ്വപൂരുഷേച്ഛാനുഗീതരൂപം പൗത്രസ്തവ സ്ത്രീലളനാലളാമം ദ്രഷ്ടാസ്ഫുരത്കുണ്ടലമണ്ഡിതാരണം. നിന്റെ പേരക്കുട്ടി ഭഗവാൻ നേരിട്ട് കാണുന്നേ, നേരിട്ട് കാണുന്ന ആളല്ലേ, നേരിട്ട് എല്ലാവരും കാണിപ്പിക്കുന്ന ആളായും കൂടി ആവും. നമ്മൾ ഭഗവാനെ ചിലപ്പോൾ ഉണർന്നിട്ടുണ്ടാവും, ചില മഹാത്മാക്കൾ സ്വയം ഭഗവാനെ കണ്ടിട്ടുണ്ടാവും, അടുത്തവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. വിവേകാനന്ദ സ്വാമികൾ അങ്ങനെയാണ് ചോദിച്ചു രാമകൃഷ്ണനോട്, ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ നിന്നെ പോലെ കുറച്ചുകൂടി അടുത്ത് കണ്ടിട്ടുണ്ട് പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടിരുന്ന അങ്ങനെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? കാണിക്കാവുള്ളൂ പറഞ്ഞു. പിന്നെ ഒന്ന് സ്പർശിച്ചു, പിന്നെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി. അതുപോലെ അടുത്തവർക്കും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു നമ്പൂതിരി ഗണപതി ഹോമം കഴിക്കുമ്പോൾ മഹാഗണപതി നേരിട്ട് വരണുണ്ടോ ചോദിച്ചു. ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കണ്ണടച്ച് കണ്ടോളൂ. ഒരു കണ്ണടച്ച് കണ്ടപ്പോൾ മഹാഗണപതി ഇങ്ങനെ അവിടെ ഭാവത്തിലാണ്, ഇങ്ങനെ ഗണപതി കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. എന്താണ്, ആനയുടെ ആ തുമ്പിക്ക് ഇങ്ങനെ ഉയർത്തി വയലിലേ കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ മഹാഗണപതി നേരിട്ട് കണ്ടു. അത് കാണാനുള്ള യോഗ്യത ഇല്ലേ കാണുന്ന ആൾക്ക്. പക്ഷേ ഇദ്ദേഹത്തിന് ആളുകളോട് കണ്ടപ്പോൾ എന്തായി, ഒരു ജ്യോതിസ്വരൂപ മഹാഗണപതി കണ്ടപ്പോൾ ഒരു കണ്ണു പോയി. അപ്പോൾ ഗുരുനാഥൻ്റെ കാരുണ്യം, ഒരു കണ്ണെങ്കിലും ജീവിക്കത്തിന് ഒരു കണ്ണടിച്ച് നോക്കിക്കോളൂ പറഞ്ഞു. അപ്പോൾ കണ്ടുപോയി, പിന്നെ ഒരു കണ്ണ് കൊണ്ട് ജീവിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ അടുത്തവർക്കും കൂടി അത് കാണിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു പ്രഹ്ലാദനക്ക് എന്നാണ് പ്രഹ്ലാദൻ്റെ ഇവിടെ ഗുണങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ദിതി ഗർഭം ധരിച്ചു. ദിതിയുടെ ഗർഭത്തിൽ നിന്നും ഒരു ജ്യോതിസ് പുറപ്പെട്ടപ്പോൾ ഈ ജ്യോതിസിന് കാരണം എന്താണ് ദേവന്മാർ ബ്രഹ്മാവോട് ചോദിക്കുമ്പോഴാണ് ബ്രഹ്മാവ് ആ ജ്യോതിസിൻ്റെ കാരണം ഇവിടെ പറയുന്നു. പണ്ട് സനകാദി യോഗീശ്വരന്മാർ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. പോകുമ്പോൾ തന്നെ നാമം ജപിച്ചു പുറപ്പെട്ടു. ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരിശരണം മമ, ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരി ശ്രീകൃഷ്ണ ശരണം മമ, ശ്രീഹരി ശരണം മമ, 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 ശ്രീഹരി ശരണം മമ, ശ്രീഹരി ശരണം മമ. നാമം ജപിച്ച് ചെന്നു. വൈകുണ്ഠത്തിൽ 7 വാതിലാണ്. സപ്തപ്രാകാരമധ്യേ, വൈകുണ്ഠം എങ്ങനെയാണോ അതേപോലെ ഭൂലോക വൈകുണ്ഠം എന്നാണ് ശ്രീരംഗക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു. 7 ദ്വാരങ്ങളാണ്. സപ്തപ്രാകാരമധ്യേ സരസ്ജമുകുളോദ്ഭാസമാനേ വിമാനേ, താമര പോലെ വിമാനം എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ വാതിലും 2 പാർഷദന്മാർ കാവൽക്കാർ നിൽക്കുന്നു. ചണ്ഡൻ പ്രചണ്ഡൻ, കാണുന്നതിന് പേടി. ചണ്ഡൻ പ്രചണ്ഡൻ, ബലൻ പ്രബലൻ, കുമുദൻ കുമുദാക്ഷൻ, പുഷ്പദന്തൻ സാത്വതൻ, ജയന്തൻ സ്വദേവൻ, ഇങ്ങനെയൊക്കെ 2 പേർ. അതിൽ 7ാമത്തെ വാതിലാണ് ജയൻ വിജയൻ. ഇവരെ കടന്നാൽ മതി. ഈ ജയൻ വിജയനെ കടന്നാൽ ഭഗവാനെ കാണാൻ സാധിക്കും. അങ്ങനെ ജയവിജയൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് അവർ തടഞ്ഞു. വേത്രേണ ചസ്ഖലയതാം, തടയാനുള്ള കാരണം പണ്ട് ഇതുപോലെ ഒരു മഹർഷി വന്നു. ഋഷിയല്ലേ തൊഴാൻ വന്നിട്ടുണ്ടാവും വിചാരിച്ച് വിട്ടപ്പോൾ എന്തായി, ആ ഭൃഗു മഹർഷി ഭഗവാന്റെ മാരെടുത്ത് ഒരു ചവിട്ട് കൊടുത്തു പോയി. അപ്പോൾ ചോദിക്കണം, ചവിട്ടാൻ വേണ്ടി വന്ന ആളാണോ തൊഴാൻ വേണ്ടി വന്ന ആളാണോ ചോദിക്കേണ്ടേ? അതിന് വേണ്ടി തടഞ്ഞു നിർത്തി തോന്നാം. ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു, ശിശൂന്മത്വ, അവരൊക്കെ പ്രായമായവരായാലും കാണുമ്പോൾ 2 വയസ്സ് കുട്ടികളെ പോലെ തോന്നുള്ളൂ. പഞ്ചഷഡ്ഢായനാർഭാവ, പഞ്ചഷഡ് ആയന അർഭ ആഭാഹ, 5-6 വയസ്സ് കുട്ടികളെ പോലെയാണ്. പണ്ട് 5-6 വയസ്സ് കുട്ടികളൊക്കെ വസ്ത്രമില്ലാതെ ഇങ്ങനെ നടക്കുള്ളൂ. അങ്ങനെ വസ്ത്രമില്ലാതെ ഇവർ വരുന്നത് കണ്ടപ്പോൾ കുട്ടികളാണ് വിചാരിച്ച് കുട്ടികളെ വേഗം ട്രൗസർ കേട്ട് പിന്നെ വന്നാൽ മതി അങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഭഗവാനെ കാണാൻ ആഗ്രഹത്തിൽ വരുമ്പോൾ അതിലൊരു തടസ്സം വന്നപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇതാണ് ക്രോധം കൊണ്ട് എന്തായി, ജ്ഞാനം നശിച്ചു. ഇവിടെ അവർ ഉപദേശിക്കാൻ ഭഗവാന്റെ അടുത്ത് നല്ല ജ്ഞാനം മേടിക്കാൻ വേണ്ടി വന്ന ആളാണ്. പിന്നെ ഇവിടെ കിട്ടിയിട്ടില്ല. പിന്നെ 11ാമത്തെ സ്കന്ധം ഹംസാവതാരം വരെ കാത്തിരിക്കേണ്ടി വന്നു. കാരണം ബ്രഹ്മാവ് പറഞ്ഞു വിട്ടാണ് അവർ പോയിട്ടും പിന്നെ കോപം കൊണ്ട് എന്തായി, ജ്ഞാനം നശിച്ചു.
അപ്പോൾ എന്നോട് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ വൈകുണ്ഠം പോയിട്ട് ശരിയായിട്ടില്ലേ, ഞാൻ നിങ്ങട് വരുത്താം. അങ്ങനെ ബ്രഹ്മാവ് ധ്യാനം കൊണ്ടും വരുത്തി, ഹംസഭഗവാനെ വരുത്തി. ഹംസഭഗവാൻ മൂലം പിന്നെയാണ് ഇവർക്ക് 3ാമത്തെ സ്കന്ധത്തിൽ കിട്ടേണ്ട ജ്ഞാനം പിന്നെ എന്തായി 11ാമത്തെ സ്കന്ധം വരെ പോകേണ്ടി വന്നു. അത്രയും ദൂരം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു, ശാപം കൊടുത്തു, നിങ്ങൾ 3 ജന്മം അസുരന്മാരി ജനിക്കാൻ ഇടയാകട്ടെ എന്ന് ശാപം കിട്ടേണ്ടത് കിട്ടപ്പോൾ തോന്നിയത് തോന്നി. പിന്നെ അവർക്ക് നമസ്കരിച്ചു ജയവിജയന്മാർ സനകാദികളൻ. പിന്നെ സനകാദികളും സ്വന്തം അപരാധം മനസ്സിലാക്കി പരസ്പരം വീണ്ടും നമസ്കരിക്കുന്നു. ഇതാണ് നല്ല സ്വഭാവക്കാർ. അവരുടെ തെറ്റ് എന്താണ് മനസ്സിലാക്കി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണേന്ന് പറയും. അതുപോലെ അടുത്തവരും ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭാഗവതന്മാർ. അങ്ങനെ പരസ്പരം നമസ്കരിക്കുമ്പോഴാണ് അവരുടെ ഇടയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ്. ശാപോ മയൈവ നിമിതസ്തദാവൈത വിപ്രാഹ. ഇവിടെ ശ്രീധരസ്വാമികൾ വ്യാഖ്യാനത്തിൽ പറയുന്നു, ഇതൊക്കെ ഭഗവാന്റെ സങ്കല്പം. ഭട്ടത്രിയും പറയുന്നുണ്ട്, സർവം ഭവത്പ്രേരണയൈവ ഭൗമണ്ണ്. ശ്രീധരസ്വാമികൾ പറയുമ്പോൾ ഭഗവതഃ യുത്സാ സമജനി, ഭഗവാനക്ക് തള്ളുകൂടണമെന്ന് തോന്നി, യുദ്ധം ചെയ്യണം. ഇപ്പം ഭഗവാനക്ക് യുദ്ധം ചെയ്യണം തോന്നണമെങ്കിൽ അത് എന്തിനാ തോന്നി ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കുട്ടികളെ പോലെയാണ് ഭഗവാൻ. കുട്ടികൾ ഒരു വണ്ടി പോയാൽ അതിൻ്റെ ഒപ്പം വേഗം കുറച്ച് ഓടും, പിന്നെ തിരിച്ചു വരും. തിരുത്തത്തിൽ ഓടേണ്ട ആവശ്യമില്ല. പക്ഷേ കുട്ടികളിങ്ങനെ ഓടും, ഇടയ്ക്ക് ഇങ്ങനെ ചാടും, ഈ തിരിൽ ഇങ്ങനെ ചാടി പോകും. എന്തിനാ ചാടുമെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കുട്ടികളുടെ സ്വഭാവം. അതുപോലെ ശിക്ഷ ഈ യുത്സ ഇങ്ങനെ സൃഷ്ടിക്കണം തോന്നും. അതേപോലെ ഈ യുത്സ സമജനി, യുദ്ധം ചെയ്യാൻ തോന്നിയപ്പോഴും ചെയ്തു. യുദ്ധം ചെയ്യണം വരൂ, ജയവിജയന്മാരെ വിളിച്ച് വരും, എൻ്റെ അപ്പോൾ യുദ്ധം ചെയ്യും പറഞ്ഞാൽ ജയവിജയന്മാർ എന്ത് വേണം, എനിക്ക് ഒരാളെ തള്ളണം, തള്ളിക്കോളും. കാണിക്കുന്ന ആളോട് തള്ളിയിട്ട് ഒരു കാര്യമില്ലേ, തള്ളുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയാലേ കുറച്ച് ഉത്സാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരിട്ട് യുദ്ധം ചെയ്യാതെ അവർക്ക് ശാപം മൂലം അസുരന്മാരായി ജനിക്കാൻ ഭഗവാൻ സങ്കല്പിച്ചു. അപ്പോൾ 3 ജന്മം ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ദന്തഭക്തനായി ജനിച്ചു. അങ്ങനെ ജനിക്കുമ്പോഴാണ് ഭഗവാനക്ക് 4 അവതാരം ചെയ്യേണ്ടി വന്നു. എന്തായാലും ഈ സനകാദികളുടെ കോപം കൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടി. കാരണം മഹാത്മാക്കളുടെ കോപമൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമുക്ക് വരുന്ന കോപം കൊണ്ട് നമുക്ക് പോലും നന്മയില്ലേ, നമുക്കും ബി കയറും, അടുത്തവർക്കും ബി കയറും. പക്ഷേ മഹാത്മാക്കൾക്ക് കോപമുണ്ടായാൽ അതുകൊണ്ട് ലോകക്ഷേമമാണ്. മഹാത്മാക്കൾക്ക് കാമമുണ്ടായാൽ അതുകൊണ്ട് ലോകക്ഷേമം. മഹാത്മാവായ പരാശരനക്ക് ഒരു കാമമുണ്ടായത് കൊണ്ട് എന്തായി, നമുക്ക് വ്യാസാവതാരം കിട്ടി. അപ്പോൾ നമ്മുടെ കാമകോപം പോലെ ഇല്ല മഹാത്മാക്കളുടെ കാമകോപങ്ങളൊക്കെ. അങ്ങനെ സനകാദികളുടെ കോപം കൊണ്ട് നമുക്ക് 4 അവതാര കഥയാണ് ഇവിടെ കിട്ടാൻ പോകുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട, 4 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതാരം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ആ ജയവിജയന്മാരാണ് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവായി ജനിക്കുന്നു. ഹിരണ്യാക്ഷൻ ജനിച്ച ഉടനെ തന്നെ കയ്യിൽ ഗദയും പിടിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. നാരദനെ കണ്ടു, വിഷ്ണു എവിടെ ചോദിച്ചു. ചോദ്യം തന്നെ തെറ്റായി. വിഷ്ണു പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആളാണ്. എല്ലാ ദിക്കിലും ഇരിക്കുന്ന ആൾ എവിടെയെന്ന് ചോദിക്കുന്നത് പോലെയാണ്. 8 കാലിക്ക് എത്ര കാടാണ് ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണോ അതുപോലെയാണ്. വിഷ്ണു എവിടെ ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, ഇയാൾ മനസ്സിലാക്കിയിട്ടില്ലേ. എന്താ കാരണം, എല്ലാവരോടും കാണിച്ചാണ്. വിഷ്ണു ഇവിടെ കാണിച്ചു കൊടുത്ത ആളാണ് ഇപ്പോൾ എവിടെ ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇയാൾ പോകാൻ പാകത്തിലുള്ള സ്ഥലം വേണ്ടേ, പാതാളത്തിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞപ്പോൾ പാതാളത്തിൽ ചെന്നു. അവിടെ വരാഹരൂപത്തിൽ ഭഗവാൻ ഈ ഭൂമി ഉയർത്തിയിരിക്കണമെന്ന് കണ്ടപ്പോഴാണ് വരാഹ പെരുമാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം ചെയ്ത് ഭഗവാൻ തൻ്റെ ഒരു അടി കൊടുത്തപ്പോൾ തന്നെ ഹിരണ്യാക്ഷൻ താഴെ വീണു. ഇവിടെ ഇടയ്ക്ക് മായകളൊക്കെ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്നാൽ ബ്രഹ്മാവിൻ്റെ സങ്കടം, തൻ്റെ സ്വന്തം കുട്ടിയല്ലേ വരാഹപെരുമാൻ. അപ്പോൾ വരാഹപെരുമാനോട് പറഞ്ഞു, സന്ധ്യാസമയമായി, സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ അസുരന്മാർക്ക് കൂടുതൽ ശക്തി കൂടും, അതുകൊണ്ട് വേഗം വധിക്കണേ. ശരി പറയും. ഭഗവാൻ എപ്പോഴും നോവ് പറയാറേ ഇല്ല. ശരി പറയും, പക്ഷേ അതേപോലെ ചെയ്യാറില്ല. സ്വന്തം ഇഷ്ടപ്രകാരമേ ചെയ്യുള്ളൂ. എൻ്റെ ഗുരുനാഥൻ അങ്ങനെയാണ്. ഓ ശരി പറയും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമേ ചെയ്യുള്ളൂ. സന്ധ്യാസമയമായപ്പോൾ അസുരൻ മായകളൊക്കെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സുദർശനം കൊണ്ട് ഭഗവാൻ മായകളൊക്കെ ഇല്ലാതാക്കി അവസാനം ഹിരണ്യാക്ഷനെ വധിച്ചു. ദേവന്മാരൊക്കെ ഹിരണ്യാക്ഷനെ പുഷ്പവർഷം ചെയ്ത് സ്തുതിച്ചു. ഹിരണ്യാക്ഷനെ സ്തുതിക്കാൻ എന്താ കാരണം, ആദ്യം വരാഹപെരുമാനല്ലേ സ്തുതിക്കേണ്ടത്.
പക്ഷേ ഹിരണ്യാക്ഷനെ സ്തുതിച്ചു. ഭഗവാന്റെ തൃക്കൈ കൊണ്ട് അടിവാങ്ങി മരിച്ച ആളിന് ആദ്യം കൊണ്ട് സ്തുതിച്ച് പൂക്കളൊക്കെ ഇട്ടു. എന്താ കാരണം വീണ്ടും എഴുന്നേൽക്കുന്നുവോ എന്ന് സംശയം, എഴുന്നേറ്റ് വന്നാവോ എന്ന് അത് പേടിച്ചിട്ട് ആദ്യം ഹിരണ്യാട്ടം സ്തുതിച്ചപ്പോൾ മനസ്സിലായി ആൾ കഥ കഴിഞ്ഞു മനസ്സിലാക്കി. പിന്നെ വരാഹ പെരുമാനെയും സ്തുതിക്കുന്നു. വരാഹ പെരുമാനായാലും വരാഹ ഭഗവാനിലും നരസിംഹത്തിൻ്റെ ഒരു ആവേശമുണ്ട്. നരസിംഹക്ഷേത്രം പല ക്ഷേത്രമുണ്ട്. അതിൽ സിംഹാചലം ഒരു ക്ഷേത്രമുണ്ട്. ആന്ധ്രാപ്രദേശത്തിൽ ഭയങ്കര ഉഗ്രരൂപമാണ് വരാഹ നരസിംഹം എന്നാണ്. എല്ലാ ദിവസവും ആ രൂപം കാണാൻ സാധിക്കില്ല. കാണുമ്പോൾ ലിംഗം പോലെയേ കാണുള്ളൂ. ചന്ദനം ചാർത്തി 360 ഒരു കൊല്ലം മുഴുവൻ ചന്ദനം ചാർത്തിയേ വയ്ക്കുള്ളൂ. കാരണം അത്രയും ഉഗ്രമാണ് മുഴുവൻ ചന്ദനം. ഒരു ദിവസം മാത്രം ചന്ദനം മാറ്റും. അപ്പോൾ നമുക്ക് കാണാം വരാഹ രൂപവും നരസിംഹരൂപവും ചേർന്നിരിക്കുന്ന ഒരു രൂപം കാണാം. ഇന്നലെ വരാഹാവതാരം വായിച്ചുകൊള്ളൂ, അതാണ് തോന്നി എനിക്ക്. ഇന്നലെ വരാഹാവതാരം പാരായണമായി നരസിംഹൻ്റെ വേഷവും കെട്ടി ഭഗവാൻ ഇവിടെ നിന്നപ്പോൾ ആ സിംഹാചലത്തിലിരിക്കുന്ന വരാഹ നരസിംഹൻ്റെ രൂപം ഒന്ന് ധ്യാനിച്ചു. അതായത് നിങ്ങൾ ഗൂഗിളിലൊക്കെ തെറ്റിയാൽ നോക്കിയാൽ കാണാം. വരാഹ നരസിംഹം സിംഹാചലം ഇട്ടാൽ മതി, അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അങ്ങനെ വരാഹ രൂപത്തിൽ ഭഗവാൻ ഹിരണ്യാക്ഷനെ വധം ചെയ്തു. ഇത് കേൾക്കുന്നവർക്ക് സകല പാവ വിമോചനം, എല്ലാ പുണ്യവും ഉണ്ടാവും, ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയൊക്കെ ഉണ്ടാവും. പ്രാണേന്ദ്രിയാണാം യുചി ശൗര്യവർദ്ധനം നാരായണോ തേ ഗതിരംഗശൃണ്വതാം. അവസാനം ഭഗവാന്റെ പാദത്തിൽ ചേരാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സമർപ്പിച്ചു. അതിനുശേഷം സൃഷ്ടി വിഷയങ്ങൾ വർണ്ണിച്ച് വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ഒരു മഹാത്മാ ഉണ്ടായി. കർദമൻ എന്നാണ് പേര്. അദ്ദേഹത്തോട് സൃഷ്ടി ചെയ്തോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം 10,000 കൊല്ലം അവിടെ നിന്ന് ഭഗവാന് നാമം ജപിസ്തുതിച്ചു. നാരായണ നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ ജയ് ജയ് ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ് ജയ് ഗോപാല